ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത് പഞ്ചാമൃതമാണ്. അപ്പോൾ നമ്മൾ വിശേഷ ദിവസങ്ങൾ പൂജയ്ക്ക് വേണ്ടി തയ്യാറാക്കിയെടുക്കുന്ന ഒരു പ്രസാദമാണ് പഞ്ചാമൃതം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. പഞ്ചാമൃതം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 4 പാളയംകോടൻ പഴമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പഴം എടുക്കുമ്പോൾ നന്നായിട്ട് പഴുത്തെടുക്കുക. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ചുകൂടെ പഴുക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ നന്നായിട്ട് പഴുത്ത പഴം എടുക്കുക. അത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുക. അപ്പോൾ ഞാനൊരു പഴം 3 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതെല്ലാം നമുക്കൊന്ന് ഉടച്ചെടുക്കണം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് കട്ട് ചെയ്ത പഴം മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 5 ഈത്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർക്കുന്നുണ്ട്. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ പൊടിയായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ശർക്കരയുടെ. ഇപ്പോൾ ഉണ്ട ശർക്കരയാണെങ്കിൽ ചെറുതായിട്ട് ചീവിയിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു പൊട്ടറ്റോ സ്മാഷർ ഉപയോഗിച്ചിട്ട് ഉടച്ചെടുക്കുക. അല്ലെങ്കിൽ കൈവച്ച് തന്നെ നന്നായിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഉടച്ചെടുക്കണം. നമ്മളിത് നന്നായിട്ട് ഉടച്ച് ലാസ്റ്റ് നന്നായിട്ട് ഉടഞ്ഞ് വരുമ്പം ഈ പഴമൊക്കെ ചേർന്ന് നന്നായിട്ടൊരു ബ്രൗൺ കളറാകും. അതുവരെ നന്നായിട്ട് ഉടച്ചെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് നമ്മൾ പഴം ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കാനുണ്ട്. ആദ്യം ചേർത്ത് കൊടുക്കുന്നത് 2 ടീസ്പൂൺ ഉണക്കമുന്തിരിയാണ്. അതിൻ്റെ കൂടെ തന്നെ 2 ടീസ്പൂൺ കൽക്കണ്ടം. ഇത് ചെറിയ ക്രിസ്റ്റലായിട്ടുള്ള കൽക്കണ്ടമാണ്. അപ്പോൾ വലിയ കൽക്കണ്ടമാണെങ്കിൽ ചെറുതായിട്ട് പൊട്ടിച്ചിട്ട് കൊടുക്കുക. ഇനി 1 ടേബിൾ സ്പൂൺ തേനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേൻ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെയ്യ് ചേർക്കുമ്പോൾ ഈ പഞ്ചാമൃതത്തിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ പഴനിയിൽ നിന്നൊക്കെ മേടിക്കുന്ന പഞ്ചാമൃതത്തിൻ്റെ അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് ഇതിന്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടി 2-3 നുള്ള് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കൂടുതൽ പഞ്ചാമൃതം ചെയ്യുവാണെങ്കിൽ അതനുസരിച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ മാറ്റം വരുത്തുക. ഇനി നമ്മൾ ചേർത്ത് കൊടുത്ത എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ട് ഈ നെയ്യും തേനും ഏലക്കാപ്പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയിരുന്നിടം വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ സ്വാദിഷ്ടമായിട്ടുള്ള പഞ്ചാമൃതം തയ്യാറായി. അപ്പോൾ ഇതുവരെ തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തയ്യാറാക്കി നോക്കുക. അപ്പോൾ നമുക്ക് നവരാത്രിയൊക്കെ വരികയാണ്. പൂജയൊക്കെ എടുത്തതിന് ശേഷം ഒരു പ്രസാദമായിട്ട് പഞ്ചാമൃതം നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ശരണ്യാസ് റെസിപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്